ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താ നോക്കിയാലോ? നല്ല അടിപൊളി ചിക്കൻ കൊണ്ടാട്ടോ കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ റെഡിയാക്കാം. അതിനായി ഞാൻ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടിയിട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. അത് നല്ല വെളിച്ചെണ്ണ ചൂടാക്കി അതിലിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഓക്കെ, രണ്ട് സൈഡും ഫ്രൈ ആക്കി മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ആ വെളിച്ചെണ്ണയിലോട്ട് തന്നെ ഒരു പിടി കൊണ്ടാട്ടമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഓക്കെ, അതും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. ആ വെളിച്ചെണ്ണയിലോട്ട് തന്നെ 4 വറ്റൽമുളകും ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലോട്ട് ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ചെറിയുള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ, അത് സവോളയൊന്നുമില്ല. സവോള ഒട്ടും എടുക്കണ്ട, ചെറിയുള്ളി മാത്രം എടുക്കണം, അതാണ് ടേസ്റ്റ്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ റോസ് സ്മെല്ല് പോണ വരെ നന്നായി വഴറ്റുക കേട്ടോ. ഓക്കെ, ഇനി ഇതിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ചതച്ച മുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായി മിക്സാക്കുക. അതിലോട്ട് 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇനി അതിൻ്റെയൊക്കെ ഈ പൊടികളുടെയൊക്കെ റോസ് സ്മെല്ല് പോണ വരെ നന്നായി വഴറ്റുക. റോസ് സ്മെല്ലൊക്കെ പോയതിന് ശേഷം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം അതിലോട്ട്. ഓക്കെ, എല്ലാം കൂടി നന്നായി മിക്സാക്കി കൊടുക്കാം. ഇനി ആ ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായി വരാനായിട്ട് അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായി മിക്സാക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടില്ലേ കൊണ്ടാട്ടമുളക്, അതിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടെല്ലാം കൂടി നന്നായി ഇളക്കി മിക്സാക്കി ഒരു 2 മിനിറ്റ് അവിടെ കിടക്കട്ടെ. ആ ഗ്രേവി ആ മുളകിലോട്ട് നന്നായി അങ്ങോട്ട് പിടിക്കട്ടെ, എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ. ഓക്കെ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായി മിക്സാക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഒരു 2 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി എല്ലാം കൂടി നന്നായി മിക്സാക്കാം. നല്ല അടിപൊളി സ്മെല്ല് വരും കേട്ടോ ഇപ്പോൾ. ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം റെഡി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്യാത്തവർ ഭയങ്കര ടേസ്റ്റിയാണ്. എടുത്ത് പറയാനായിട്ട് ഇതിലെ കൊണ്ടാട്ട മുളകാണ് കേട്ടോ, അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ആ മുളക് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.